ടെമ്പിൾ എത്തി. ഇതാണ് ആ ടെമ്പിള്. ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മേലേക്ക് ഇനി ഉണ്ടോ എളുപ്പ വഴി കിട്ടുന്ന വെച്ചിട്ട് നടന്നതാ. പോയി അവസാനം കാടിൻ്റെ അകത്തേക്ക്. ഈ കാടിൻ്റെ അപ്പുറത്ത് ചെറിയൊരു സിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ വഴി കൂടെ പോയി എത്തുമായിരിക്കലോ എന്ന് വിചാരിച്ച് നടന്നതാണ്. കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട്, നമ്മൾ കാടിൻ്റെ അകത്തോട്ടാണോ പോണേന്നുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ചടക്കുക. അത് ഫ്രണ്ടേ പോകുന്നുണ്ട്. നമ്മളങ്ങനെ തെച്ചിട്ട് വേറൊരു വഴിക്ക് വേണമെങ്കിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ല ചോദിക്കാനായിട്ട്. ലിറ്ററലി നമ്മൾ പോണ കറക്റ്റാണോ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു മാപ്പൊക്കെ വെച്ച് പോവാണ്. നേരത്തെ കല്ലില്ലാത്തൊരു വഴി കൂടെ പോയിരുന്നേ. ഇപ്പോൾ കല്ല് ഒതിച്ചൊരു വഴി കിട്ടിയിട്ടുണ്ട്. അപ്പം അതായിരിക്കും കറക്റ്റ് വിചാരിച്ച് നടക്കുന്നത്. ഇതിലും കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി തിരിച്ചു വേണമെങ്കിൽ നമുക്ക് ഇത്രയും തെറ്റിയ വഴി നടന്നിട്ട് അത്രയ്ക്ക് പോലും വരില്ല. കണ്ടില്ലേ, ഇപ്പം കല്ല് ഒതിച്ച വഴി ഇവിടെ പോകണേ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് അറൗണ്ട് ഒരു 4-5 കിലോമീറ്റർ നടന്നാണ് കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നൊരു എക്സിറ്റ് എത്തി. ഇതാണ് നമ്മൾ കയറിയ ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഫാൻവാങ് എന്തോ ഒരു ടെമ്പിൾ എന്തോ സംഭവമാണ്. അത് നമ്മൾ മൊത്തം നടന്ന് ഇപ്പോൾ നമ്മൾ മൊത്തം നടക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ താമസിക്കണ വീടിൻ്റെ സൈഡിൽ കൂടിയാണ്. എത്തിക്കാനായിട്ട് വിറകൊക്കെ വെച്ചേക്കുന്നു, ഡ്രസ്സൊക്കെ ഉണക്കായിട്ടേക്കുന്നു. യോധ സിനിമയിൽ നേപ്പാളൊക്കെ കാണിക്കുന്നില്ലേ മോഹൻലാലേ, ആ നടക്കണതും ആ വഴി കൂടെ പോണതൊക്കെ അതുപോലത്തെ ഒരു പ്രതീതിയാണ് എനിക്കിപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ. ലെഫ്റ്റ് സൈഡിൽ മൊത്തം വീടുകൾ. എന്താ പറയുക, പഴം മേടിച്ചു, പിന്നെ ഒരു മുന്തിരി മേടിച്ചു. പിന്നെ എത്രയാന്ന് നോക്കാം. എന്താ നമുക്ക് പറയുന്നത്? ഹോട്ടലിനെ പറ്റിയുള്ള കാര്യം തോന്നുന്നു. ആളേതോ ഹോട്ടല് സജസ്റ്റ് ചെയ്തതാണ്. അവിടെ റിവർ സൈഡിൽ നിന്ന് പറഞ്ഞ ഏതൊരു ഹോട്ടലുണ്ടെന്ന് തോന്നുന്നു. അതാണ് തോന്നുന്നു. നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ ഹോട്ടലിലെത്തി.